ഹൈദരാബാദിൽ ചാർമിനാറിന് സമീപമുള്ള ഗുൽസാർ ഹൗസിൽ വൻ തീപിടുത്തത്തിൽ 17 പേർ മരിച്ചു. തീ പടർന്നത് പുലർച്ചെയോടെ. സ്ഥലം സന്ദർശിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. വിദേശത്തേക്കുള്ള സർവകക്ഷി സംഘത്തിലേക്ക് നിർദ്ദേശിച്ച പേരുകൾ കേന്ദ്രം ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ്. രാജ്യസുരക്ഷയിലും BJP രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് വിമർശനം. നിർദ്ദേശിച്ചവരെല്ലാം സംഘത്തിൽ ഉണ്ടാകുമെന്നും കോൺഗ്രസ്. ഇന്ത്യയെ അനുകരിച്ച് സർവകക്ഷി സംഘത്തെ അയക്കാൻ പാകിസ്ഥാനിലും നീക്കം. PSLV C-61 വിക്ഷേപണം പരാജയം. ഭൗമ നിരീക്ഷണത്തിനുള്ള EOS-9 ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കാനായില്ല. ദൗത്യം പാളിയത് രണ്ടാം ഘട്ടത്തിന് ശേഷം. പരിശോധിക്കുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ. 82 മെഡിക്കൽ വിദ്യാർത്ഥിനികൾ ചികിത്സയിൽ. കൈക്കൂലി ആരോപണം എത്തുന്നത് EDയുടെ ഉന്നതരിലേക്ക്. അഡീഷണൽ ഡയറക്ടർ രാധാകൃഷ്ണന് പങ്കുണ്ടെന്ന് കൈക്കൂലി കേസിലെ പരാതിക്കാരൻ. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പേരെനിക്ക് കൃത്യമാണോ എന്ന് ഇപ്പോഴും അറിയില്ല. മലയാളിയായിരുന്നു. ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. 8 വർഷം മുമ്പ് ഇതുപോലെ എൻ്റെ കമ്പനി ഇതായി പോയതാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്നെ ഇവനോട് വളരെ പ്ലീസ് ചെയ്ത് സംസാരിച്ചപ്പോൾ ഇവൻ ചാടി കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നെ കൂട്ടി ഒരു ചീത്തയും വിളിച്ചിട്ട് ഇരിയട തറയിലെന്ന് ഇരിയടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് പേടിച്ചു. എല്ലാം ഇമോഷണൽ ഇതെല്ലാം അങ്ങ് ഞാൻ അപ്പോഴേ കരഞ്ഞുപോയി. ഞാൻ തറയിലങ്ങ് ഇരുന്നു. 10-ലധികം പേരിൽ നിന്നും പണം തട്ടിയതായി സംശയം. വിജിലൻസിന് കൂടുതൽ പരാതികൾ ലഭിച്ചു. ഒന്നാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വകുപ്പ് തല അന്വേഷണം. താങ്കളെ അംഗീകരിക്കുന്നു എന്ന് സുധാകരൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് ആവർത്തിച്ചു പറയുന്നത് അധ്യക്ഷ മാറ്റം നടന്നത് സ്വാഭാവിക രീതിയിലല്ല എന്നാണല്ലോ. വിവാദങ്ങളിൽ മറുപടിയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. K. സുധാകരന് മികച്ച പരിഗണന നൽകി. പദവി ഒഴിഞ്ഞവരെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ എടുക്കുന്ന കീഴ്വഴക്കമില്ല. താൻ സഭയുടെ നോമിനി അല്ലെന്നും സണ്ണി ജോസഫ് Q18 അഭിമുഖത്തിൽ.